ഏലിയാസ്ലീവ മൂശാക്കാലം 4-ാം തിങ്കൾ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കപടനാട്യം. ആത്മീയ വളർച്ചയിൽ ശരീരത്തിലെ ഏറ്റവും സുപ്രധാന അവയവം കണ്ണാണ്. കണ്ണ് ദുഷിച്ചതെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. കണ്ണ് ശുദ്ധമെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമാനമാകും. ഈ പ്രബോധനം കേട്ടപ്പോൾ ഒരു ഫരിസേയൻ അവനെ വിരുന്നിന് ക്ഷണിച്ചു. ഒപ്പം പതിവ് പോലെ അവന്റെ പ്രവൃത്തിയെയും വാക്കുകളെയും വിമർശിക്കാനും തുടങ്ങി. പാത്രത്തിന്റെ പുറം മാത്രം കഴുകുന്ന അരുത, തുളസി തുടങ്ങിയ ചെടികൾക്ക് ദശാംശം കൊടുക്കുന്ന സിനഗോഗുകളിൽ പ്രമുഖസ്ഥാനം അലങ്കരിക്കുന്ന ഫരിസേയരുടെ കപടനാട്യത്തിനാൽ അവർക്ക് വരുവാനിരിക്കുന്ന ദുരിതത്തെക്കുറിച്ച് യേശു മുന്നറിയിപ്പ് നൽകുന്നു. അപ്പോൾ ഒരു നിയമജ്ഞൻ മുന്നോട്ട് വന്ന് അതിനെതിരെ പ്രതികരിക്കുന്നു. അപ്പോൾ അവന്റെ ഊഴം നിയമജ്ഞർക്കെതിരായി. മനുഷ്യന്റെ സ്വസ്ഥതയ്ക്കും അഭിവൃദ്ധിക്കും വേണ്ടി നൽകപ്പെട്ട ദൈവപ്രമാണങ്ങളെ പാവപ്പെട്ടവന്റെ തലയിൽ ഭാരമുള്ള ചുമടാക്കി കെട്ടിവെച്ച നിയമജ്ഞർക്ക് ദുരിതം. ദൈവം അയച്ച പ്രവാചകരെ വധിക്കുകയും പിന്നീട് അവർക്ക് കല്ലറകൾ പണിയുകയും ചെയ്യുന്ന നിയമജ്ഞർക്ക് ദുരിതം. അങ്ങനെ ഒഴുക്കപ്പെട്ട അവരുടെ രക്തത്തിന് അവർ ഉത്തരം പറയേണ്ടി വരും. വിജ്ഞാനത്തിന്റെ താക്കോൽ കൈവശമുണ്ടെന്ന് അവകാശപ്പെടുകയും അകത്ത് കടക്കാൻ ആഗ്രഹിക്കുന്നവരെ പോലും തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന നിയമജ്ഞർക്ക് ദുരിതം. അങ്ങനെ ഫരിസേയർക്കെതിരായി 3 നിയമജ്ഞർക്കെതിരായി 3 ദുരിതങ്ങളാണ് യേശു പ്രഖ്യാപിച്ചത്. പ്രകാശം പരത്തേണ്ടവർ ഇരുൾ വിതറുന്ന കപടനാട്യത്തെ ദൈവം ഏറ്റവും വെറുക്കുന്നു. ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നമ്മുടെ പേരുണ്ടാകാതിരിക്കാനും ദുരിതം ഏറ്റുവാങ്ങാതിരിക്കാനും നമുക്ക് പരിശ്രമിക്കാം.